വി.ഡി. സതീശനെതിരെയുള്ള പ്രതികരണവും സ്വാഭാവികമായി തന്നെയാണ് പക്ഷേ ഞാൻ കാണുന്നത്. കാരണം വി.ഡി. സതീശൻ വളരെ അഗ്രസീവായിട്ടാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായത്. ഞാൻ വിചാരിച്ചത് വലിയ വലിപ്പത്തിലുള്ള എന്തോ ഗംഭീരമായ ഒരു സംഗതി ഒരുപക്ഷെ വരും. സത്യമായിട്ട് ഞാൻ അങ്ങനെയാണ് കരുതിയത്. കാരണം അദ്ദേഹം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത വി.ഡി. സതീശൻ്റെ ഒരു ഭാവഹാവാദികളോടെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ച് പ്രതീക്ഷിച്ചത് ഇതാ വരുന്നു എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, പല ചാനലുകളിലും ചില സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും നമ്മൾ കണ്ടു. ഞാൻ കണ്ടതാണ്. ഒരു യുവ നേതാവ് മന്ത്രിയായിരിക്കുന്ന ഒരു യുവാവിനെതിരെയാണെന്ന് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വരുന്നു കനപ്പെട്ട എന്തോ ഒന്നാണ്. പക്ഷെ അതുണ്ടായില്ല. എവിടുന്നെങ്കിലും വരുന്നതായിരിക്കും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണം നമ്മൾ ഇതുവരെ വന്ന വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായി. നേരത്തെ എന്തായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്ന നേതാവ് കോൺഗ്രസിനുള്ളിൽ വി.ഡി. സതീശനാണ്. ഈ 2021 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നേതൃത്വത്തിന് നേരെ ഉണ്ടായ രൂക്ഷമായ സൈബർ ആക്രമണമുണ്ടല്ലോ, അതിന് സമാനമായ സൈബർ ആക്രമണം തന്നെയാണ് അണികളുടെ ഭാഗത്തു നിന്ന് നേതൃത്വത്തിനെതിരെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടവർക്ക് നേരെ ഉണ്ടായതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ വനിതാ നേതാക്കളുണ്ട്. ഉമാ തോമസ് അടക്കമുള്ള വനിതാ നേതാക്കൾക്കെതിരെ, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള വനിതാ നേതാക്കൾക്കെതിരെ രൂക്ഷമായ ആക്രമണം ഉണ്ടായല്ലോ. അവരെല്ലാം ശക്തമായി ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നവർ തന്നെയാണെന്നുള്ള ഒരു ആലോചനയില്ലാതെയുള്ള ആക്രമണം കട്ട് ചെയ്ത് കളഞ്ഞു. അത് കോൺഗ്രസ് നേതാക്കൾ, അതായത് നേതൃത്വത്തിൽ തന്നെ അങ്ങനെയുണ്ട്. വനിതാ നേതാക്കന്മാരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് ഒരു വനിതാ നേതാവിനെ പയ്യെ വെട്ടി മാറ്റിയിട്ട് ബാക്കിയുള്ളവരെ അവതരിപ്പിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം, ആ കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ പതറിയിട്ടുണ്ടോ എന്നുള്ള സംശയം എനിക്കില്ലാതില്ല. കാരണം ഈ തീരുമാനങ്ങൾ ഒരുപക്ഷെ തെറ്റായി പോകുന്നുണ്ടോ? അങ്ങനെ ഉറച്ച തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് എടുത്താൽ ഇപ്പോൾ ഈ ഫാൻസ് ഉണ്ടല്ലോ, ഫാൻസ് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ള അങ്കലാപ്പൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. എന്തായാലും പാർട്ടിക്കുള്ളിൽ ശക്തമായ നിലപാടെടുത്ത ആൾ തന്നെയാണ് വി.ഡി. സതീശൻ. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പിന്നെ പാർട്ടിയെ പ്രതിരോധിക്കാൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ പി കെ ശശിയും മുകേഷും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ, പേര് പറഞ്ഞില്ലെങ്കിലും വി.ഡി. സതീശൻ്റെ മനസ്സിലുണ്ടാവുക. പിന്നെയുള്ളത് ഇടത് മുന്നണിയിലെ മറ്റു മന്ത്രി ശശീന്ദ്രൻ അടക്കമുള്ള മറ്റു മന്ത്രിമാരാണ്. അത് വിടാം. CPIM-നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ ആരോപണം വരുമ്പോൾ ഒരു പ്രശ്നം, 2011 പി ശശിക്കെതിരെ നടപടി ഉണ്ടാകുന്നു. ആരോപണം ഉണ്ടാകും, പി ശശിയെ പുറത്താക്കുകയാണ്, നടപടി ഉണ്ടാകുകയാണ്, ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നു, അത്ര തന്നെ കടുത്ത നടപടിയും ഉണ്ടാകുന്നു. അപ്പുറത്ത് അത് മാത്രമല്ല, പിന്നീട് ഒരു അവസരം ഉണ്ടാകുന്നില്ല, പാർട്ടിയിലും അവസരം ഉണ്ടാകില്ല, ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണല്ലോ. ഇപ്പുറത്ത് പി കെ ശശിക്ക് എന്താ സംഭവിക്കുന്നത്? പി കെ ശശിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കുന്നില്ല, മാറ്റി നിർത്തുക ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള കടുത്ത, ഇപ്പോൾ പി കെ ശശിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. അവിടെ പി കെ ശശിക്കെതിരെ ആർഷമുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. അങ്ങനെ ഒരു നടപടിയാണോ യഥാർത്ഥത്തിൽ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഉണ്ടായിട്ടുള്ളത്? അത്രയുമെങ്കിലും കടുപ്പമുള്ള നടപടിയാണോ? ഇനി ഒരു വ്യാഴവട്ടം കഴിഞ്ഞ് പി ശശി തിരിച്ചു വന്നതുപോലെ ഒരു വ്യാഴവട്ടം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്?